യുദ്ധം വളരെ നിർണായകമായ ഒരു ഘട്ടത്തിലേക്ക് നീങ്ങുകയാണ് എന്നാണ് നമ്മുടെ അടുത്ത് വന്ന റിപ്പോർട്ട്, പല റിപ്പോർട്ടുകൾ BBC-യുടെയും CNN-ന്റെയൊക്കെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് അദ്ദേഹം CNN-നുമായി നടത്തിയ മാർച്ച് 4 നടത്തിയ ഒരു ഇന്റർവ്യൂവിൽ അദ്ദേഹം പറഞ്ഞത് വലിയ വേവ് വരാനിരിക്കുന്നതേ ഉള്ളൂ, ഞങ്ങൾ തുടങ്ങി വെച്ചിട്ടേ ഉള്ളൂ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷെ അന്ന് അദ്ദേഹം പറഞ്ഞൊരു ടൈം ഫ്രെയിം പ്രൊജക്ഷൻ എന്ന് പറയുന്നത് 4 to 5 വീക്സ് ആണ്. അതിനപ്പുറം പോകാൻ ഞങ്ങൾക്ക് തയ്യാറാണ് എന്ന് പറഞ്ഞെങ്കിൽ പോലും ഇവരുടെ കണക്കുകൂട്ടലുള്ള ഒരു 4 ആഴ്ച 5 ആഴ്ച. പക്ഷെ ഈ ഒരു സമയത്തിനിടയിൽ മറ്റു രാജ്യങ്ങളിൽ ഇത് ചേരാനുള്ള യുദ്ധത്തിൽ ചേരാനുള്ള സാധ്യത ഒരു പക്ഷേ അത്രമാത്രം രൂക്ഷമാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഒന്ന്, സൗഹൃദ രാജ്യമായ ഒരുവിധം നല്ലൊരു ബന്ധത്തിലുണ്ടായിരുന്ന രാജ്യം ചൈന ഇപ്പോഴും എടുക്കുന്ന പോലെ ഒരു കുറെ കൂടെ റിയലിസ്റ്റിക് ആയിട്ട് നിലപാടാണ് എടുത്തിരിക്കുന്നത്. അവരിപ്പോൾ കഴിഞ്ഞ ദിവസം ഇസ്രായേലി മിനിസ്റ്ററുമായി സംസാരിച്ചു. പെട്ടെന്ന് തന്നെ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ചർച്ചകൾക്ക് മാധ്യസ്ഥം വഹിക്കാൻ ഞങ്ങൾ തയ്യാറാണെന്ന രീതിയിലേക്ക് അവര് ഒരു നീക്കം നടക്കുന്നുണ്ട്. വീണ്ടും നമ്മുടെ റഷ്യ ആണെങ്കിലും, റഷ്യ വാസ്തവത്തില് കഴിഞ്ഞ വർഷം 2025 ഒരു 20 വർഷത്തെ ഒരു സ്ട്രാറ്റജിക് പാർട്ണർഷിപ്പ് മോസ്കോയുമായി ഒപ്പുവെച്ചിട്ടുണ്ടായിരുന്നു. മാത്രമല്ല റഷ്യക്ക് യുക്രൈനുമായി യുദ്ധം ചെയ്യുന്നതിനിടയിൽ അവരുടെ ഷഹാർ ഡ്രോണുകൾ ഇവര് സപ്ലൈ ചെയ്തതായിട്ടാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഒരു വിധത്തിലുള്ള നല്ല ബന്ധത്തിലായിരുന്നുണ്ടായിരുന്ന എങ്കിൽ പോലും ഈ ഒരു സിറ്റുവേഷനിൽ കഴിഞ്ഞ ദിവസം റഷ്യയുടെ ഭാഗത്തു നിന്നൊരു പ്രസ്താവന, അവർ പറഞ്ഞത് ഞങ്ങളോടൊന്നും ആവശ്യപ്പെട്ടിട്ടില്ല, അപ്പോൾ സഹായിക്കുന്ന കാര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടില്ല എന്നാണ് പറഞ്ഞത്. പിന്നെ ഗൾഫിലെ മറ്റു രാജ്യങ്ങളും ആ രാജ്യങ്ങളൊക്കെ ആക്രമിക്കപ്പെട്ടുണ്ടെങ്കിലും പരമാവധി സമയവരം പാലിക്കുകയാണ്. അക്രമം നടന്നത്, ഒമാനിൽ അക്രമം നടന്നത് പലപ്പോഴും ഇറാനിൽ നടക്കുന്ന പല അക്രമങ്ങളും സൈനിക നേതൃത്വത്തിന്റെ അറിവോടുകൂടിയാണോ എന്ന് പോലും ഒരു സംശയമുണ്ട്. കാരണം അവർക്കൊരു നേതൃത്വം നഷ്ടപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ചുറ്റുപാടുമുള്ള എല്ലാ രാജ്യങ്ങളെയും, ഇസ്ലാമിക് രാജ്യങ്ങൾ ഉൾപ്പെടെ ആക്രമിക്കാനുള്ള ശ്രമം നടത്തുന്നത് ഒരുപക്ഷെ ഒരു ശരിയായ മിലിറ്ററി സ്ട്രാറ്റജി ആയിട്ട് രാഷ്ട്രീയ നിരീക്ഷകർക്ക് തോന്നാത്തൊരവസ്ഥയാണുള്ളത്. അപ്പോൾ അത് പലപ്പോഴും ഇവരുടെ നയങ്ങൾ എത്രമാത്രം, വിദേശ നയങ്ങൾ എത്രമാത്രം സൈനിക നേതൃത്വമോ ഭരണ നേതൃത്വമോ, അസുഖ ഭരണ നേതൃത്വം അവിടെ ഉണ്ടോ എന്നുള്ളൊരു ചോദ്യം കൂടി അമേരിക്കൻ പ്രസിഡന്റ് പോലും ഉന്നയിച്ചിട്ടുണ്ട്. നമുക്ക് സംശയമുണ്ട് റീപ്ലേസ്മെന്റ് തന്നിട്ടുണ്ടോ എന്നുള്ളൊരു കാര്യം. അപ്പോൾ അവിടെ ഈ തുടരെ മറ്റു രാജ്യങ്ങളെ ആക്രമിക്കുന്ന ഭീഷണി മുഴക്കുന്നതൊക്കെ തന്നെ ഒരു ഭീതിപ്പെടുത്തലിന്റെ അന്തരീക്ഷം ഉണ്ടാക്കാനുള്ള ഒരു ശ്രമമാണ്. യൂറോപ്പിനെ ആക്രമിക്കുക എന്ന് പറയുന്നത് ഒരുപക്ഷെ തികച്ചും ആത്മഹത്യാപരമായ ഒരു നീക്കമായിരിക്കും ഇറാന്റെ ഭാഗത്തുണ്ടാവുക. കാരണം നാറ്റോ ഓൾറെഡി അത്യാവശ്യം നന്നായിട്ട് ഓർഗനൈസ്ഡ് ആണ്. നാറ്റോ സഖ്യം ഇതിനെ വളരെ സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കുന്നു. ഒപ്പം തന്നെ മറുവശത്ത് നമ്മുടെ ഗൾഫ് കോഓപ്പറേഷൻ കൗൺസിൽ അവരൊരു ജോയിന്റ് കമാൻഡ് റിയാദില് എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്, US സെൻട്രൽ കമാൻഡുമായിട്ട് കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടി. പക്ഷെ ഇതൊരു സംഘർഷത്തിന്റെ രീതിയിലേക്ക് ഗൾഫിലെ മറ്റു രാജ്യങ്ങൾ നീങ്ങാൻ ഇപ്പോൾ തയ്യാറല്ല. പക്ഷെ ഒരു ബുദ്ധിമുട്ട് വന്നാൽ, ഒരുപക്ഷെ പ്രശ്നങ്ങൾ കുറെ കൂടി വഷളാകുകയാണെങ്കിൽ ഒരുപക്ഷെ ബഹ്റൈനും ജോർദാനും കുവൈറ്റും സൗദി അറേബ്യയും ഒക്കെ തന്നെ UAE ഒക്കെ തന്നെ സംയുക്ത ആക്രമണം നടത്തില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ആ രീതിയിലാണ് ഇവരുടെ നേതൃത്വം നീങ്ങുന്നത്. യൂറോപ്പിലേക്ക് ഇത് വ്യാപിക്കുമെന്ന കാര്യത്തെ സംബന്ധിച്ച് ഒന്ന്, ഇറാന്റെ ലക്ഷ്യങ്ങളെ കുറിച്ച് അല്ലെങ്കിൽ ഇറാനിൽ അവരെന്ത് ചെയ്യുന്നതിനെ കുറിച്ച് നമുക്കൊരു സാധാരണ ലോജിക്ക് വെച്ച് നമുക്ക് തീരുമാനിക്കാൻ പറ്റുന്ന അവസ്ഥയാണ്. കാരണം കൃത്യമായ രാഷ്ട്രീയ നേതൃത്വം അവിടെ ഇല്ല. അതുകൊണ്ട് മറ്റു രാജ്യങ്ങളിൽ അങ്ങനെ ചെയ്തെങ്കിൽ ഒരുപക്ഷെ ട്രംപ് പറഞ്ഞ ടൈം ഫ്രെയിമിനുള്ളിൽ തന്നെ ഈ യുദ്ധം അവസാനിക്കാൻ സാധ്യതയുണ്ട്. മറ്റൊന്ന്, ഇറാനിലെ ഇൻസൈഡ് ഇഷ്യൂസ് അവിടെ നടക്കുന്ന പല കാര്യം. ഒന്ന്, അവിടെ ഒരു ആഭ്യന്തര കലാപം എന്ന് പറയുന്നത് അമേരിക്ക വിചാരിച്ചാൽ അത്ര എളുപ്പമായിരുന്നില്ല, അല്ലെങ്കിൽ എളുപ്പമല്ല. കഴിഞ്ഞ ദിവസം BBC വന്ന റിപ്പോർട്ട് അവർ പറഞ്ഞത് എല്ലാവരോടും വീടിനകത്ത് അടച്ചിരിക്കുക എന്നൊരു മെസ്സേജ് കൊടുക്കുക. ആരെങ്കിലും പുറത്തിറങ്ങിയാൽ, സാധാരണ പൗരന്മാർ ആരെങ്കിലും പുറത്തിറങ്ങിയാൽ എന്നുള്ളൊരു മെസ്സേജാണ് അവർക്ക് പോയിക്കൊണ്ടിരിക്കുന്നതെന്നാണ് BBC-യുടെ ഇന്നത്തെ റിപ്പോർട്ട്. ഇഫ് എനിവൺ among you goes out and protest, we consider you Israeli collaborators. ഇതൊരു വളരെ സജീവമായിട്ട് അവരുടെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് വളരെ സജീവമായിട്ട് തെരുവുകളുണ്ടെന്നാണ് റിപ്പോർട്ടുള്ളത്. ഒരു ആഭ്യന്തര കലാപം ഉണ്ടാവാൻ സാധ്യത വളരെ കുറവാണ്. മറ്റൊന്ന്, അവരുടെ ആയുധ ശേഖരം. വാസ്തവത്തിൽ ഇറാനെ സംബന്ധിച്ചിടത്തോളം വ്യോമ മാർഗത്തിലുള്ള അധീശത്വം അത് ഈ അടുത്ത കാലത്ത് കുറെ കാലങ്ങളായി നിലനിൽക്കുന്ന ഉപരോധത്തിന്റെ അടിസ്ഥാനത്തിൽ അത്തരത്തിലുള്ള സാങ്കേതിക വിദ്യകളൊക്കെ ഡെവലപ്പ് ചെയ്യുന്നതിൽ അവർ കുറെ കൂടി പിന്നോക്കമാണ്. പിന്നീട് മിസൈൽ ടെക്നോളജിയുടെ കാര്യത്തിൽ അവർക്ക് കിട്ടുന്ന അഡ്വാൻറ്റേജ് ഉണ്ട്. പക്ഷെ അത് ഒരു പരിധിവരെ അവരുടെ റിസോഴ്സ് എത്രമാത്രം ശക്തമാണെന്നതിനെ സംബന്ധിച്ച് ഇപ്പോഴും അല്ലെങ്കിൽ നമുക്ക് ഉറപ്പില്ല.
യൂറോപ്പിനെ ആക്രമിക്കാനോ അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റിലെ മറ്റു രാജ്യങ്ങളെയൊക്കെ എത്രമാത്രം കണ്ടിന്യൂസ് അറ്റാക്ക് ചെയ്യാം എന്നുള്ളത് ഒരുപക്ഷെ കുറെ അറ്റാക്കുകൾ നടന്നേക്കാം, സൂയിസൈഡ് അറ്റാക്കുകൾ നടന്നേക്കാം. പക്ഷെ കണ്ടിന്യൂസ് അറ്റാക്ക് ചെയ്യാനുള്ള ആയുധശേഖരം നമ്മുടെ ഉണ്ടോ? ആയുധശേഖരം ശരി. ഉണ്ടാകുമെന്ന പേടി കൊണ്ടാണ് ആക്രമണം തുടങ്ങി വെച്ചത് തന്നെ, അമേരിക്ക ഇറങ്ങി തന്നെ. എനിക്ക് തോന്നുന്നു യുദ്ധം അത്തരത്തിലൊരു യുദ്ധത്തിലേക്ക് നീങ്ങിക്കഴിഞ്ഞാൽ അത് തികച്ചും ആത്മഹത്യാപരമായിരിക്കും. ഇന്ന് കുറച്ച് ചില ശുഭസൂചനകൾ കാണുന്നുണ്ട്. മറ്റു രാജ്യങ്ങളൊക്കെ പലപ്പോഴും ഇടപെട തുടങ്ങിയിട്ടുണ്ട്.